morning students, welcome to our GK class. Today we are going to study standard 8 GK page 43, 44 and 45. Okay, you take your text page 44. Sorry, page 43. Medically fit. Okay. So check your medical awareness, read the clues and tick the correct answers. അതായത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് താഴെ തന്നിട്ടുള്ള ക്ലൂസ് വായിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ടിക്ക് ചെയ്യാനാണ്. ഓക്കെ, സോ ലെറ്റ് us learn the first one. Can you see this? It is an emergency medical procedure for a victim of cardiac arrest. Okay. Cardiac arrest. Its purpose is to maintain a flow of oxygenated blood to the brain and the heart, thereby delaying tissue death and preventing permanent damage to the brain. Chest compression are given, which are continued until the person regains a heartbeat. അതായത് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു മെഡിക്കൽ പ്രൊസീജിയറാണ്. അതായത് കാർഡിയാക് അറസ്റ്റ് വരുന്ന ഒരാൾക്ക് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പർപ്പസ് ഇസ് ടു മെയിൻറ്റെയിൻ ഫ്ലോ ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ദ ബ്രെയിൻ ആൻഡ് ഹാർട്ട്. അതായത് ഹാർട്ടിലേക്കും അതുപോലെ തന്നെ ബ്രെയിനിലേക്കുമുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതിലൂടെ പെട്ടെന്നുണ്ടാകുന്ന ടിഷ്യൂവിൻ്റെ ഡെത്ത് അത് പ്രിവെൻറ്റ് ചെയ്യുക, അതുപോലെ ബ്രെയിനിനുണ്ടാകുന്ന പെർമനൻറ്റ് ഡാമേജ് ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെഡിക്കൽ പ്രൊസീജിയർ ചെയ്യുന്നത്. ഇതിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ബി, കാർഡിയോ പൾമുനറി റിസസിറ്റേഷൻ. ഓക്കെ, ഓപ്ഷൻ ബി, കാർഡിയോ പൾമുനറി റിസസിറ്റേഷൻ. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് a medical emergency commonly known as heart attack. It occurs when the blood supply of the heart is interrupted due to a blockage in the coronary arteries. അതായത് കൊറോണറി ആർട്ടറീസിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് മൂലം ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ അവിടെ തടസ്സപ്പെടുന്നു. അതുമൂലമാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. ഓക്കെ, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. ആൻഡ് തേർഡ് വൺ, ജനറലി കോൾഡ് എ ബാഡ് കൊളസ്ട്രോൾ ഓർ അൺഹെൽത്തി കൊളസ്ട്രോൾ. ഹൈ ലെവൽസ് ഓഫ് ദ കൊളസ്ട്രോൾ ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസസ്. ഓക്കെ, സോ ഓപ്ഷൻ എ, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്നാണ് അറിയപ്പെടുന്നത്. ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, അതാണ് തേർഡ് വണ്ണിൻ്റെ ആൻസർ, ഓപ്ഷൻ എ. ഫോർത്ത് വൺ, ദിസ് ഈസ് ദ മെഡിക്കൽ ടേം ഫോർ ബ്ലീഡിംഗ് ഇൻസൈഡ് ദ ബ്രെയിൻ. ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ആൻ ആക്സിഡൻറ്റ്, ഹൈ ബ്ലഡ് പ്രഷർ ഓർ അതർ കോസസ്. ഇറ്റ് ഈസ് ഡിറ്റക്റ്റഡ് ത്രൂ CT സ്കാൻസ്. അതായത് ബ്രെയിനിലുണ്ടാകുന്ന ബ്ലീഡിങ് അത് ആക്സിഡൻറ്റിലൂടെ ആകാം, അല്ലെ ബ്ലഡ് പ്രഷർ കൂടുന്നതിലൂടെ ഉണ്ടാകാം. ഇതിന് പറയുന്ന പേരെന്താണ്? ഇത് CT സ്കാനിലൂടെയാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഇതിന് പറയുന്ന പേരാണ് സെറിബ്രൽ ഹെമറേജ്. ഓക്കെ, ഫിഫ്ത്ത് വൺ ഈസ് സെറിബ്രൽ ഹെമറേജ്. സോറി, ഫോർത്ത് വൺ ഈസ് സെറിബ്രൽ ഹെമറേജ്. ആൻഡ് ഫിഫ്ത്ത് വൺ, ഓൾസോ റിഫർഡ് ടു ആസ് ഹൈ ബ്ലഡ് പ്രഷർ. ഇറ്റ് ഈസ് എ മെഡിക്കൽ കണ്ടീഷൻ in which the blood pressure in the arteries is chronically high. Persistent high blood pressure increases the risk of stroke and heart attack.
Fifth one is option B, arterial hypotension. Arterial hypotension. And sixth question, it is a dental operation wherein the pulp of a tooth is cleaned, then filled up. It is more commonly known as root canal treatment. Root canal treatment അറിയപ്പെടുന്നത് എന്താണ്? Endodontic therapy. Okay, option A ആണ് ആൻസർ. Seventh one, it is a surgical procedure to open the blockage in the coronary artery narrowed by the buildup of the plaque on the inner walls of the artery. This procedure restores blood flow to the heart. അതായത് എന്തെങ്കിലും ഹാർട്ടിലൊരു ബ്ലോക്ക് ഉണ്ടായാൽ അത് മാറ്റുന്ന ആ ഒരു പ്രൊസീജിയറിന് പറയുന്ന പേരാണ് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി. ഓപ്ഷൻ ബി. Eighth one, generally called low blood sugar, it is a medical condition in which less than normal amount of glucose circulates in the blood plasma. Inadequate supply of glucose as fuel to the brain can result in permanent brain damage. Option B, hyperglycemia. Okay. Next one, in an adult, the systolic pressure is 120 mmHg and diastolic pressure is 80 mmHg, commonly written as 120/80. അതായത് ബ്ലഡ് പ്രഷറിൻ്റെ ആണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നോർമൽ ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 mmHg ആണ്. ഓക്കെ. Next is medical specialist. Medical science is very advanced today. There are specialist doctors for treating various diseases. Read the clues and identify the specialist and tick the correct answers. First one, I specialize in the diagnosis and treatment of disease related to the heart. I am a, അതായത് ഹാർട്ടുമായിട്ട് സംബന്ധിച്ചുള്ള ഡിസീസിനുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ആൾ, ആ ഡോക്ടറെ അറിയപ്പെടുന്നത് കാർഡിയോളജിസ്റ്റ് എന്നാണ്. ഓക്കെ. ആൻഡ് സെക്കൻഡ് വൺ, ഐ സ്പെഷ്യലൈസ് ഇൻ ട്രീറ്റിംഗ് ഡിസീസ് ഓഫ് ദ സ്കിൻ, ഹെയർ ആൻഡ് നെയിൽസ്. ഐ ആം ആൻ ഓപ്ഷൻ സി ആണ് ആൻസർ, ഡെർമറ്റോളജിസ്റ്റ്. സ്കിൻ ഡിസീസ് ഇതെല്ലാം ട്രീറ്റ് ചെയ്യുന്ന ആൾ ഡെർമറ്റോളജിസ്റ്റ് ആണ്. ഓക്കെ. തേർഡ് വൺ, ഐ specialize in the diagnosis and treatment of diseases of the digestive system. I am a gastroenterologist. Option A. Fourth one, I specialize in the diagnosis of disease related to children. കുട്ടികളിലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ശിശുരോഗ വിദഗ്ധൻ എന്നാണ് അറിയപ്പെടുന്നത്, പീഡിയാട്രീഷ്യൻ. ഓക്കെ. ഫിഫ്ത്ത് വൺ, I specialize in the diagnosis and treatment of disease and injuries of the eye. I am a ophthalmologist. Okay. Sixth one, I specialize in the treatment of problems related to bones and muscles. ബോൺസും മസിൽസിനും ഒക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറിനെ പറയുന്ന പേരാണ് ഓർത്തോപീഡിസ്റ്റ്. ഓക്കെ. സെവൻത് വൺ, ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസോർഡേഴ്സ് ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ. ഓപ്ഷൻ സി ആണ് ആൻസർ, ഗൈനക്കോളജിസ്റ്റ്. എയ്ത്ത് വൺ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസസ് ഓഫ് ജോയിൻറ്റ്സ്, റൂമാറ്റോളജിസ്റ്റ്. സി ആണ് എയ്ത്തിൻ്റെ ആൻസർ. ആൻഡ് നയൻത്ത് വൺ, ഐ സ്പെഷ്യലൈസ് ഇൻ പെർഫോമിംഗ് ആൻഡ് ഇൻ്റർപ്രിറ്റിംഗ് ദ diagnostic imaging tests such as X-rays, scans and ultrasound. I am a radiologist. Okay. 10th one,
the examination of tissues and blood samples to diagnose disease. I am also perform autopsies. I am a pathologist. Okay. Option B ആണ് ആൻസർ. Next is 11th question. I specialize in the treatment of cancer. I am a oncologist. Last one, the diagnosis and treatment of diseases of the brain, the spinal cord and nervous system. അതായത് ബ്രെയിൻ്റെ സ്പൈനൽ കോഡിൻ്റെ നെർവസ് സിസ്റ്റത്തിൻ്റെയൊക്കെ ഡയഗ്നോസിസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറിനെ അറിയപ്പെടുന്ന പേരാണ് ന്യൂറോളജിസ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് ഈസ് പേജ് 45. Indians have been awarded Nobel Prizes. Okay. First one, fondly called Gurudev. He achieved the fame as a poet and novelist in 1930. He was awarded the prize in literature for his collection of poems titled Geetanjali. He was the first Nobel literature He was the first Nobel laureate from Asia. Answer is Rabindranath Tagore. Okay. Second one, physicist. He was awarded the prize in physics in 1913 for his work on the molecular scattering of light and for the discovery of Raman effect, which is named after him. Okay, second one, answer is C.V. Raman. And third one, he was an Indian-born molecular biologist. He shared Nobel Prize in Physiology or Medicine in 1968 with Robert Hawley and Marshall Nirenberg. Okay, Marshall Nirenberg. They did extensive research on how the cells of the body absorb proteins. Okay, answer is Hargobind Khorana. Okay, and fourth one, born Agnes Bojaxhiu. She was like an angel to the poor and the helpless. For her humanitarian work, she was awarded the prize in peace in 1979. She was also honored with the Bharat Ratna. Okay, fourth one is Mother Teresa. And fifth one, an Indian-born astrophysicist. He and William Alfred Flower were awarded the prize in physics in 1983 for his work in the process through which stars evolve. Answer is C. Chandrasekhar. And sixth one, he is an Indian-born economist. He was awarded the prize in economics in 1998 for his contribution to welfare economics. He is also a recipient of Bharat Ratna. Answer is Amartya Sen. Okay. This much for today. You study well. We will meet in the next class. Thank you.